അപ്പോൾ നമ്മളിന്ന് എയർലൈൻ കുർത്തി 3 പീസ് കട്ടിംഗ് ആണ് പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മളതിനൊരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മളത് രണ്ടായിട്ടാണ് മടക്കുന്നത്. ആദ്യം അതായത് നമ്മൾ ഫ്രണ്ട് നെക്ക് കോളർ വെച്ചാണ് തയ്ക്കുന്നത്. ഫ്രണ്ട് നെക്ക് കോളർ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്ത് രണ്ടായി മടക്കിയിട്ടുണ്ട്. ഈ രണ്ടായി മടക്കിയ ഈ ഓപ്പൺ ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വെക്കണം. ഫോൾഡിങ് ഭാഗം ആ ഭാഗത്തേക്ക് പോകണം. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് ഓപ്പൺ ഉള്ളതായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു 1.5 ഇഞ്ച് നമ്മൾ വിടണം. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുത്ത് ബട്ടൺ വെച്ച് തയ്ക്കുന്നതായതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടി വിടുന്നുണ്ട്. അപ്പോൾ നമ്മളോട് 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് നമ്മൾ അധികം എടുക്കാം കേട്ടോ. ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് അധികം എടുക്കും. നമ്മളിവിടെ ഒരു 46 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ലെങ്ത് അധികം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആദ്യം വരഞ്ഞു കൊടുക്കാം. ഇതിനിങ്ങനെ 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബട്ടൺ വെക്കാൻ, ഇപ്പോൾ ഫ്രണ്ടിൽ ബട്ടൺ വെക്കുകയാണെങ്കിൽ ബട്ടൺ വെക്കാനൊക്കെ ഉള്ളൊരു സ്പേസാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമ്മളത് ലെങ്ത്ത് നമ്മൾ പറഞ്ഞു 46 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ലെങ്ത്ത് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ എത്ര ലെങ്ത്ത് വേണ്ട അതിൻ്റെ കൂടെ 2 ഇഞ്ച് അധികം എടുത്താൽ മതി. പിന്നെ അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ നമ്മളിവിടെ കോളർ നെക്ക് ആയതുകൊണ്ട് ഒരു ഇഞ്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ നമുക്ക് 14 ഇഞ്ചാണ് ഷോൾഡറെങ്കിൽ 1 ഇഞ്ച് അധികം എടുത്ത് നമ്മൾ 15 ഇഞ്ച് ഷോൾഡർ എടുക്കുക. അപ്പോൾ 15ൻ്റെ പകുതി 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ വേണം. അപ്പോൾ 7.5ൻ്റെ പകുതി. ഇപ്പോൾ ഇത് നമ്മൾ 3 പീസ് കട്ടിങ് ആയതുകൊണ്ട് സെൻറ്ററിലൊരു കട്ടിങ് കൂടി വരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 7.5ൻ്റെ പകുതി നമുക്ക് എത്ര വരും? 7.5 നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ പകുതിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 3.25 കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ ഈ 2 പീസും കൂടെ ജോയിൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 3.25 എടുത്തത് ഒന്നും കൂടെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4.25 ഇഞ്ച് ടോട്ടൽ 4.25 ഇഞ്ച് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഷേപ്പ് ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടുള്ളത്? 14 ഇഞ്ചാണ്. 14 ഇഞ്ചാണ്. അതായത് 13.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ 14 ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 14 ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് എടുത്തു. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ അപ്പോൾ നിങ്ങൾ അധികം വണ്ണം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതായത് വയറൊന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ കൂടെ +3 ഇഞ്ചും കൂടെ ഇറക്കം കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വയറിൻ്റെ അവിടെ ഇങ്ങനെ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ലെങ്ത്തിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ക്ലിയറായി ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സ്കെൽറ്റായിട്ടുള്ള വയറില്ലാത്ത ആൾക്കാർ, വണ്ണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ 14 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. വയറുള്ളവരാണെങ്കിൽ നമുക്ക് വയറിൻ്റെ അവിടെ ടൈറ്റ് ആവാതെ ലൂസായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 14 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് താഴത്തോട്ട് പ്ലയർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം നമുക്ക് ടൈറ്റായി നിൽക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 14 ഇഞ്ചിൽ തന്നെയാണ്. നമ്മൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 4.25 ഇഞ്ചാണല്ലേ. നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമ്മൾ കൊടുത്തത് 4.25 ഇഞ്ചാണ്. അതായത് 3.25ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ നമ്മൾ 3.25 തന്നെയാണ് കൊടുക്കുന്നത്. എക്സ്ട്രാ കൊടുക്കുന്നത് ഇല്ലാതെ നമ്മൾ 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പിൻ്റെ ഇവിടെ കുറച്ച് ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് കൊടുക്കാതെ 3.25 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയ്ക്കും ക്ലിയറായി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈൻ കൊടുത്തു. ഇനി നമുക്കിവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് നമ്മൾ വിരിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്ക് പീസും കൂടെ വേണമല്ലോ. ഞാൻ ബാക്ക് പീസിന് വേറെ പീസ് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിടുത്ത് എത്രയും നോക്കാം. നമുക്ക് 19 ഇഞ്ചാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 19 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ഈ ലൈനിൽ നിന്നാണ് കേട്ടോ നമ്മൾ 19 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന്. അതിൻ്റെ പകുതി
9.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു നമ്മളിവിടെ മാർക്ക് ചെയ്തല്ലോ, ഈ മാർക്കിൽ നിന്ന് ഈ 9.5 ഇഞ്ചിക്ക് നമുക്ക് ഇങ്ങനൊരു ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇങ്ങനൊരു ലൈൻ നമ്മൾ ആ 9.5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസ് നമുക്ക് നേരെ തിരിച്ചിങ്ങോട്ട് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നേരെയുള്ള ഭാഗം അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഒരേ വർക്ക് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു ഭാഗം ഒരേപോലെയുള്ള വർക്ക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ തിരിച്ച് വെച്ചാലും കറക്റ്റ് വർക്ക് കിട്ടും. നിങ്ങൾക്ക് വർക്ക് വേറെ മാതിരിയുള്ള വർക്കുകളാണെങ്കിൽ നമുക്ക് തിരിച്ച് വെക്കുമ്പോൾ വർക്കിന് എന്തെങ്കിലും ഡിഫറൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം നേരെ കട്ട് ചെയ്തിട്ട് വെക്കണം. എങ്ങനെയാണോ വർക്ക് വരിക അത് കറക്റ്റായിട്ട് വരുന്ന പോലെ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇനി ആ ഒരു ഭാഗം കട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തു നമ്മൾ. ഇനി ബാക്കി കട്ടിങ് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഇപ്പം നമുക്കിവിടെ മൊത്തം നമുക്ക് വേണ്ടത് എത്രയാണ്? 7.5 ഇഞ്ചാണല്ലേ. അതിൽ നമ്മളിവിടെ 3.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ അതേപോലെ 3.25 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് നമുക്ക് ഇവിടെ വരുന്ന തയ്യൽത്തുമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തയ്യൽത്തുമ്പ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു തയ്യൽത്തുമ്പും കൂടെ വരും. ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വരണം. അപ്പോൾ ആ ഒരു തയ്യൽത്തുമ്പും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ 3.25 നമുക്ക് എക്സ്ട്രാ വരുന്നത് 3.25ൻ്റെ കൂടെ നമ്മൾ ആ ഒരു 1/2 ഇഞ്ചും കൂടെ വിട്ടിട്ട് 4.25 ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്കിതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്ക്കാൻ പാകം. നിങ്ങളൊരു പിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മുട്ടുസൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്നോളും, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നിന്നോളും. കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇവിടെ ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇത് കിട്ടുള്ളൂ. തുണി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ നമ്മൾ ചുരിദാറിൻ്റെ കട്ടിങ് പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ 1/2 ഇഞ്ചും ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ പിന്നെ അനങ്ങാതെ നിന്നോളും. പിന്നെ നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണ് വരേണ്ടത്? നമുക്ക് 37 ഇഞ്ചാണ് ചെസ്റ്റ് അളവുള്ളത്. അപ്പോൾ 37ൻ്റെ കൂടെ പ്ലസ് 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 41 കിട്ടും. 41ൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്കിവിടെ 10.25 കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ 10.25 മാർക്ക് ചെയ്തു. ഒരു ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ. 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. നമുക്കിനി സ്ലീവിനും കൂടെ വേണം. നിങ്ങൾ കുറച്ചും കൂടെ വീതിയുള്ളൊരു തുണി എടുത്ത് കട്ട് ചെയ്യാം. ഞാനതൊരു വീതിയില്ലാത്ത തുണി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ നമ്മൾ സാധാരണ കൈക്കുഴി മാർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ നമുക്ക് 32 ഇഞ്ചാണ് ഷേപ്പ് ഉള്ളത്. 32ൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 35 ഇഞ്ച്. 35ൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്കിവിടെ 35ൻ്റെ 4 ഭാഗം 8.25 നമ്മളിവിടെ 8.25 മാർക്ക് ചെയ്യാം. കറക്റ്റ് 8.25 നമ്മൾ മാർക്ക് ചെയ്തു. പ്ലസ് നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ. നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ. ഇത്ര നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ പിന്നെ സാധാരണ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മളൊരു കർവ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ചിന് നമ്മളിവിടെ ഒരു വളവ് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 പീസ് കട്ടിങ് അല്ലേ. അപ്പോൾ നമ്മൾ ബാക്ക് പീസും അതേപോലെ തുണിയെടുത്തു. ഇങ്ങനെ എടുത്ത് ആദ്യം ഫ്രണ്ട് പീസ് എടുത്തു. അപ്പോൾ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് വിരിച്ചിട്ടു. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ചിൻ്റെ ഭാഗം ഇങ്ങോട്ട് വയ്ക്കുക. അതായത് 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നമ്മൾ 1.5 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണല്ലേ. അപ്പോൾ നമ്മളിതാ ഈ 1.5 ഇഞ്ച് മടക്കി ആ ഒരു ഭാഗം വിട്ട് ബാക്കി ഭാഗം ബാക്ക് പീസിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസ് ഇങ്ങനെ തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ കട്ടിങ് എടുത്ത് ബാക്ക് പീസിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തു, ഫ്രണ്ട് പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നെക്ക് കട്ട് ചെയ്യണം. നമ്മളിത് മാറ്റി വയ്ക്കാം. കട്ട് ചെയ്ത പീസ് മാറ്റി വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് വരുന്നത് കോളർ നെക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ കോളർ നെക്കിൽ നമ്മൾ എങ്ങനെ തയ്ക്കുകയെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗമാണ് കോളർ നെക്കിൻ്റെ വൈഡ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗം നമുക്ക് 37 ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. 37 12 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 3 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 ഇഞ്ചിൽ 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചോടെ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗമാണ് നമുക്കിവിടെ ഇറക്കം വരിക. അപ്പോൾ നമുക്ക് 3.25 വരുന്നത്. ഇറക്കം 3.25. നമ്മൾ 3.25 ഇറക്കം കൊടുക്കാം. ഇനി നമുക്ക് അതൊരു ബോക്സ് ആക്കാം. ഒരു ബോക്സ് ആക്കി. ഈ ബോക്സ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഈ 1.5 ഇഞ്ച് നമ്മൾ വിട്ടതിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ച് നിങ്ങൾ മാർക്കിങ്ങിൽ ഒന്നും കൂട്ടാൻ പാടില്ല. ഇത് നമ്മളിവിടെ ഇങ്ങനെ മടക്കി തയ്ക്കാനുള്ളതാണ്. നമുക്ക് ബട്ടൺ വയ്ക്കാനുള്ളതാണ്. ഫ്രണ്ട് ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജോയിൻറ്റ് കൊടുത്തിട്ട് ഷോ ബട്ടൺ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ 1.5 ഇഞ്ച് മാറ്റി കൊടുത്തത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2.25 ഇഞ്ച് വൈഡും 3.25 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വി ആകൃതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നെക്കിനുള്ളതാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് നമ്മൾ ഫ്ലാറ്റ് കോളർ ആയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കോളർ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് കോളർ നമ്മൾ ഒരു ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്താൽ മതി. നമ്മുടെ ബാക്ക് പീസ് എവിടെ? നമ്മുടെ ബാക്ക് പീസ് എടുത്ത് അതേപോലെ മാർക്ക് ചെയ്ത്
2.25 ഇഞ്ച് വൈഡ്, ഒരു ഇഞ്ച് നമുക്ക് എടുത്താൽ മതി. 1 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കർവ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്യാം. കൈക്കുഴി വേണമെന്നുള്ളവർ കട്ട് ചെയ്താൽ മതി. കൈക്കുഴി നിർബന്ധമൊന്നുമില്ല. കൈക്കുഴി കട്ട് ചെയ്താൽ ഒന്നുകൂടെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഷേപ്പായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണ്ടാത്തവർക്ക് കൈക്കുഴി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഷോൾഡർ നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കും അല്ലേ. നമ്മളത് ഇതിൽ കൊടുത്തിട്ടില്ല. നമുക്ക് 2 ബാക്കും ഫ്രണ്ടും എടുത്ത് നമുക്കിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കും. അപ്പോഴേ നമുക്കിവിടെ ഒരു വൃത്തിയിൽ കിട്ടുള്ളൂ. ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ടിങ് കഴിഞ്ഞു. നമുക്ക് ആ സ്ലീവ് ഇനി കട്ട് ചെയ്യണമെങ്കിൽ നമുക്കിതൊന്ന് സ്ലീവ് കിട്ടുമോയെന്ന് അറിയില്ല. ഇനി വേറെ പീസൊക്കെ എടുത്ത് സ്ലീവ് ജോയിൻറ്റ് കൊടുക്കണം. ഇനി കിട്ടുകയാണെങ്കിൽ നമുക്കിതൊന്ന് സ്ലീവ് എടുക്കാം. അധികം ലെങ്ത് ഇല്ലാതെ നമ്മളൊരു സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജോയിൻറ്റ് വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 14 ഇഞ്ച് സ്ലീവ് എടുക്കണുള്ളൂ. ഞാൻ വല്ല ഇറക്കമൊന്നും എടുക്കുന്നില്ല. ചിലപ്പോൾ നല്ലോണം ഇറക്കരുത്, നമുക്ക് സ്ലീവ് കിട്ടാൻ സാധ്യതയില്ല. 14 ഇഞ്ച് സ്ലീവ് നമ്മൾ എടുക്കണുള്ളൂ. നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണ് കിട്ടേണ്ടത്, നമുക്കത് ഇതിൽ കിട്ടുമോ നോക്കാം. ഷോൾഡറിൻ്റെ 7.5 + 3 10.5 ഇഞ്ച്. ഏകദേശം നമുക്ക് ഒപ്പിക്കാം. 3.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഏകദേശം നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ജോയിൻ്റ് കൊടുത്ത് സ്ലീവ് തയ്ക്കാം. ഇങ്ങനെ ക്രോസിലായിട്ട് നമുക്കൊരു സ്ലീവ് തയ്ച്ചെടുക്കാം അല്ലേ. ഇനി ഇവിടെ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൽ തന്നെ നമുക്കൊരു സ്ലീവും എടുത്തിട്ടുണ്ട്. സ്ലീവിന് തുണി തികയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ജോയിൻറ്റ് കൊടുത്ത് സ്ലീവ് എടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പം ഞാൻ 2 മീറ്റർ തുണിയിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു 3 പീസ് കട്ടിങ് 2 മീറ്റർ തുണിയിൽ കട്ട് ചെയ്താൽ പോരാ. നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ 2.5 മീറ്ററെങ്കിലും വേണം. വീതിയില്ലാത്ത തുണിയാണെങ്കിൽ 3 മീറ്ററിൻ്റെ അധികം വേണം. പിന്നെ നമ്മൾ വെറും 2 മീറ്റർ തുണിയിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്ത് കാണിച്ചുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കയ്യിന് കിട്ടാതെ പോയത്. അപ്പോൾ നമ്മൾ ഉള്ള തുണി വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് കൊടുത്തിട്ടാണ് സ്ലീവ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സപ്പോസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറച്ച് തുണിയുള്ള ഒരിതിൽ നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും സ്ലീവിനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് കോളറിന് തുണി കിട്ടിയിട്ടില്ല അല്ലേ. അത് നമ്മളിതിൽ മറന്നുപോയി. നമുക്കേതായാലും കോളറിന് നമ്മൾ വേറെ തുണി എടുക്കാം. ഇതിന് മാച്ചായിട്ട് വേറൊരു തുണി എടുത്ത് നമുക്ക് കോളർ കട്ട് ചെയ്യാം. ഞാൻ സത്യത്തിൽ മറന്നു പോയതാണ്. കോളർ നമുക്ക് വേറൊരു ഈ ഒരു സെയിം കളറുള്ള തുണി ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് കോളർ വയ്ക്കാം. നമ്മൾ കട്ട് ചെയ്യൽ കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെ നോക്കാം.